സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. വലഞ്ഞുപോയതായ ആ നീതിമാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ലോത്ത്. ലോത്ത്. എത്ര ആളുകൾക്ക് ലോത്തിനെ അറിയാം? ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ലോത്തല്ല, ലോത്ത് എന്നുള്ള പേര്. ഓക്കെ, ദൈവം ആരെയാണ് വിളിച്ചത്? പിന്നെ ലോത്ത് എന്തിനാണ് പിന്നാലെ വന്നത്? ചേട്ടാ ഞാനും വരാം എന്ന് പറഞ്ഞ ലോത്തും വരാനിടയായി. അങ്ങനെ ലോത്ത് വന്ന സമയത്ത് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ലോത്തിനെയും അനുഗ്രഹിക്കുകയുണ്ടായി. എന്താണ്? ഒരു പ്രവാചകനെ ചേർക്കുമ്പോൾ പ്രവാചകന് വരേണ്ട പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആ വെള്ളത്തിനുള്ള പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞു. അതിഥി എന്നറിയാതെ ചില ആളുകൾ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ആതിഥ്യം കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഒരു സമയമായപ്പോൾ ലോത്തിന് സമ്പത്ത് വർദ്ധിക്കാനിടയായി. അബ്രഹാമിനും സമ്പത്ത് വർദ്ധിച്ചു, ലോത്തിനും സമ്പത്ത് വർദ്ധിച്ചു. ലോത്തിന് പണിക്കാർ അനേകർ ഉണ്ടാകാനിടയായി, കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി. അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെയാണ് ലോത്ത് വന്നിട്ട് അബ്രഹാമിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, നമുക്ക് രണ്ടും വേർപിരിഞ്ഞു പോകാം. നിങ്ങളുടെ മകൻ വന്നിട്ട് അമ്മേ ഞാൻ വേർപെട്ട് പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? പോടാ മോനെ, എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറയുമോ? എന്താണ് നേരത്തിൽ അങ്ങനെയുള്ള മാതാപിതാക്കൾ നമ്മുടെ നടുവിലുണ്ട്. എന്താണ്? ഭാരതത്തിൽ കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു നിലവിൽ വന്നുകൊണ്ടിരുന്നത്. ഇത് ബൈബിൾ പ്രകാരമുള്ളതാണ്. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത് എത്ര സന്തോഷമാണ്, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ. എന്നാൽ ഇന്ന് നടക്കില്ല. കല്യാണത്തിന് മുൻപ് ചേട്ടനും അനിയനും വളരെ അടുപ്പമായിരിക്കും. സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ തല മറ്റൊരാൾ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് കഴിഞ്ഞാൽ ചേച്ചിയെ അനുജത്തിക്ക് പിടിക്കില്ല, അനുജത്തിയെ ചേച്ചിക്കും പിടിക്കുകയില്ല. ചേട്ടനും അനുജനും ഒട്ടും തന്നെ സഹവാസമുണ്ടായിരിക്കില്ല. എന്താണ്? പിന്നീട് കുറ്റം ആരുടെ മേലാണ് കിടക്കുന്ന അറിയാമോ? വന്നു കയറുന്ന അവളുടെ മേൽ. ഞങ്ങളുടെ നാത്തൂൻ വന്നിട്ട് ഞങ്ങളെ തല്ലിപ്പിരിപ്പിച്ചെന്ന് പറയും. നാത്തൂൻ എങ്ങനെയാണാകുന്നത്? മരുമോൾ എങ്ങനെ നിങ്ങൾക്ക് തടസ്സമായി തീരും? നിങ്ങൾ നേരെയാണെങ്കിൽ അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ് പോകാനിടയായി. പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചുവോ? കൂട്ടം വിട്ട് നടക്കുവാൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു. കൂട്ടം വിട്ട് നടക്കുന്ന കുഴപ്പമൊന്നുമല്ല. നമ്മുടെ വീടുകളിൽ ഞെരുക്കമാകുന്നുവെങ്കിൽ വേർപെട്ട് താമസിക്കാം. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാറി താമസിച്ചാൽ അനുവദിക്കൂ അതിനെ. എന്നാൽ നിങ്ങൾ സ്നേഹത്തോടെ, ബന്ധത്തോടെ എപ്പോഴും ആയിരിക്കുക. നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ശ്രമിക്കൂ. അവർ വരുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾ ചെന്നാലും അവരോടും ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ വേണ്ടി പറയുക. ഒരുമിച്ചായിരിക്കുക. അതല്ലാതെ മുഖത്തോട് മുഖം നോക്കാതെ, സംസാരിക്കാതെ അവിടെ കാര്യം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. എന്താണ്? കർത്താവ് വന്നാൽ ഞാൻ പോകും, എൻ്റെ അനുജൻ്റെ കാര്യം എനിക്കറിയുകയില്ല. ദൈവം എന്താണ് കയ്യനോട് ചോദിച്ചത്? കയ്യനെ, നിന്റെ അനുജൻ എവിടെ? നിന്നോട് ചോദിക്കത്തില്ലേ? ഇവിടെ എത്ര പേർ ജ്യേഷ്ഠന്മാരുണ്ട്? കൈകൾ ഉയർത്തിക്കാട്ടെ. ജ്യേഷ്ഠന്മാരെ, നിങ്ങളുടെ അനുജന്മാരെ കുറിച്ച് പറയണം. ചേച്ചിമാരെ, സഹോദരിമാരെ, ചേച്ചിമാരെ, നിങ്ങളുടെ സഹോദരിമാരെ കുറിച്ച് പറയണം. ചോദിക്കും, എൻ്റെ സഹോദരന് ഞാൻ കാവൽക്കാരനാണോ? അതെ, നീ കാവൽക്കാരനാണ്. നീ വീട്ടിൽ ജ്യേഷ്ഠനാണ്, മൂത്ത പുത്രനാണ്. ദൈവം നിനക്ക് ഉത്തരവാദിത്വം നൽകി. മാതാപിതാക്കൾ കഴിഞ്ഞാൽ മൂത്ത ചേട്ടൻ, അമ്മയും അച്ഛനും കഴിഞ്ഞാൽ മൂത്ത ചേച്ചി. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. എന്നാൽ ഈ കാലത്തെ കുടുംബ വ്യവസ്ഥ ചിന്ന ഭിന്നമാക്കി മാറ്റിയിരിക്കുകയാണ് പിശാച്. ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം. ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരാൾ വീണാൽ മറ്റൊരാൾ എഴുന്നേൽപ്പിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരസ്പരം സഹായിക്കും. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നീ വഴിതെറ്റിപ്പോയാൽ നിന്നെ ശാസിക്കുന്നത് ആരാണ്? വഴികാട്ടുന്ന ആരാ? അബ്രഹാമിന്റെ കൂടെ ആയിരുന്ന സമയത്ത് ലോത്ത് നീതിമാനായി തീരുകയായിരുന്നു, വിശ്വാസിയായി മാറുകയായിരുന്നു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് പിരിഞ്ഞുപോയി ലോത്ത്.
അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട്. ഈ ഭാര്യ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഈ ഭാര്യ പുറപ്പെട്ടു വന്നപ്പോൾ ഇല്ലായിരുന്നു. എങ്ങനെയാണ് വന്നത്? മിസ്രയീമിൽ രാജാക്കന്മാരുടെ ദാസിമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ മിസ്രയീം രാജ്യത്ത് ദാസിയായി വന്ന ഒരു സ്ത്രീയാണത്. മിസ്രയീമിലെ സ്ത്രീകളെന്നാൽ ആഡംബരപ്രിയരും അലങ്കാരപ്രിയരും അങ്ങനെ വ്യർത്ഥമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള സ്ത്രീകളാണ്. അങ്ങനെ വേർപിരിഞ്ഞ സമയത്ത്, ദൂരത്തേക്ക് പോയ സമയത്ത് സോദോം ഗൊമോറ എന്ന സ്ഥലം ഇഷ്ടപ്പെടാനിടയായി. സോദോം ഗൊമോറ എന്ന് പറഞ്ഞാൽ ടിൻ സിറ്റീസ്. എന്താണ്? പട്ടണങ്ങളിൽ താമസിക്കുവാൻ അനേകം ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പട്ടണങ്ങളിൽ പാപം പെരുകുകയാണ്, പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ന്യൂയോർക്ക് സിറ്റിയിൽ വചനം സംസാരിക്കാൻ ഞാൻ പോയി. പാതിരാത്രി കഴിഞ്ഞ സമയത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ആ റോഡിൽ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പാതിരാത്രി 12-1 മണി കഴിഞ്ഞ സമയത്ത് വളരെ ജനപ്പെരുപ്പമാണ് അവിടെ. അവിടെ പകൽ വെളിച്ചം പോലെയാണ് ലൈറ്റുകളുള്ളത്. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമെല്ലാം ചെറിയ ചെറിയ ഡ്രസ്സുകളെല്ലാം ഇട്ട് നടക്കുന്നു. തലമുടിയിൽ പല രീതിയിലുള്ള കളർ അടിച്ചിരിക്കുന്നു. മുഖത്ത് കളർ, കൈകളില്, കാലുകളില്, തലമുടിയിലാണെങ്കിൽ ഒരുപാട് പല രീതിയിലുള്ള കളർ അടിച്ചു വെച്ചിരിക്കുകയാണ്. ആളുകളെല്ലാം വിചിത്രമായ രീതിയിൽ മുഖത്തും കണ്ണിലുമൊക്കെ വരച്ചിട്ട് അങ്ങനെ വിചിത്രമായ രീതിയിൽ ആളുകൾ കാണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ കാണിക്കുന്നത്? ഓഹോ, ഇതാണോ സോദോം ഗൊമോറ പട്ടണത്തിലെ അവസ്ഥ? ഫ്രീ ഹഗ്ഗു, ഫ്രീ കിസ് എന്നെഴുതിക്കുന്ന ബോർഡുകളും പിടിച്ച് നടക്കുന്ന ചില പെൺകുട്ടികൾ. എന്താണ്? ഈ സിറ്റിയിൽ ആരും ഉറങ്ങുകയില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പട്ടണത്തിൽ ആരും രാത്രിയും പകലും ഉറങ്ങുകയില്ലെന്ന്. കഴിക്കുക, കുടിക്കുക, കറങ്ങുക, ഡാൻസ് കളിക്കുക, അതാണ് പണി. പട്ടണങ്ങളിൽ പാപം പെരുകിപ്പോകുന്നു. പട്ടണങ്ങളിൽ ഇപ്പോൾ ടൗണും സിറ്റിയും കൂടെ വന്നിരിക്കുമെന്ന് പറയുന്നു. എന്താണ്? അമേരിക്കയിൽ ചെന്നാൽ ഏത് ഷോപ്പിലും ഷോപ്പിംഗ് മാൾ കാണും. അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നീ ഷോപ്പിങ്ങിനാണോ പോകുന്നത് അറിയത്തില്ല, സിനിമയ്ക്കാണോ ഒന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ കഴിയും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാൻ കഴിയും. അവിടെ നിന്ന് കഴിക്കാം, ഇവിടെ നിന്ന് കുടിക്കാം, അങ്ങോട്ട് നടക്കാം, എല്ലാം ചെയ്യാം. എന്താണ്? അത് കഴിഞ്ഞ് 4 ഭാഗ്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോയെന്ന് എല്ലാവരോടും പറയാം. നിങ്ങൾ കാണുന്നില്ലേ? ഇതിനു മുമ്പ് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയമായിരുന്നു എപ്പോഴും. ക്യൂവിൽ നിന്നിട്ട് ടിക്കറ്റ് വാങ്ങണമെങ്കിൽ ഭയമാണ്. ഇപ്പോൾ അതൊന്നും പേടിക്കണ്ട, ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുവാൻ കഴിയും ഈസിയായി. സുഖമായി പോയി സീറ്റിലിരുന്നാൽ മാത്രം മതി. വേണമെങ്കിൽ ഒരു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് മുഖത്തിന് താഴോട്ട് നീക്കി വെക്കാം, ഇങ്ങനെ കാണാതെ, മുഖം കാണാതിരിക്കാൻ. പട്ടണങ്ങളിലെ പാപം നോക്കൂ. ക്ലബ്ബുകള്, പബ്ബുകള്. ഒരു തവണ കൽക്കട്ടയിൽ ഞാൻ മീറ്റിങ്ങിന് പോയി. ഹൗറയിലെ മീറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് വില്യംകേരി മീറ്റിംഗ് നടത്തിയതായ ആ പ്രദേശത്ത് വന്നിട്ട് നമ്മുടെ ഇന്ത്യക്കാർ അനേകം പേരുണ്ട്. ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ ആ ഹോട്ടലിന്റെ അകത്തു നിന്നും കൂട്ടം കൂട്ടമായി ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങി വരുന്നത്. എന്താണ് അർദ്ധരാത്രി സമയത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇറങ്ങി വരുന്നത് ചോദിച്ചും പറഞ്ഞു, പബ്ബ് കഴിഞ്ഞു. എന്താണ് പബ്ബെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് കളർ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പരസ്പരം കൈപിടിച്ച് ഡാൻസ് കളിച്ച് അവർക്ക് തോന്നിയ പോലെയൊക്കെ പ്രവർത്തിക്കും, ജന്തുക്കളെക്കാൾ നീചമായിട്ട്. എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് നീതിമാന്റെ ഹൃദയം വേദനിക്കണം. ലോത്തിന് ഇതെല്ലാം പുതിയ കാര്യമാണ്. ലോത്താണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു അബ്രഹാമിനോട് കൂടെ. ലോത്ത് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ യാഗപീഠം കെട്ടി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കും. ലോത്ത് ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ശേഷം ദൈവം എന്ന വാക്കുപോലും അവൻ കേൾക്കുന്നില്ല. മനുഷ്യൻ വിൽക്കുന്നു, വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെ കല്യാണം കഴിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ എത്ര തവണയാണ് കല്യാണം കഴിക്കുന്നത് പറയൂ? മനുഷ്യൻ ഒരു തവണ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നാണ് വചനം പറയുന്നത്. മരണം വരെയും ആ വിവാഹ ബന്ധം വേർപെടുത്തുവാൻ പാടില്ല. എന്നാൽ ഈ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? കല്യാണം നടത്തുന്നു, വിവാഹമോചനം നടത്തുന്നു. കല്യാണം കഴിപ്പിക്കുന്നു, വിവാഹം വേർപെടുത്തുന്നു. കല്യാണം കഴിപ്പിക്കുന്നു, വിവാഹം വേർപെടുത്തുന്നു. കല്യാണം കഴിപ്പിക്കുന്നു, വേർപെടുത്തുന്നു. ഇത് സർവ്വസാധാരണമായി മാറി. വക്കീലന്മാരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കേസ് മോഷണമാണോ കൊലപാതകമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും അവർ,
ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ വന്നിട്ട് വിവാഹ ബന്ധം വേർപെടുത്തുന്നതാണ്. നീതിയില്ല, നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സൊദോം ഗൊമോറയിൽ കാമവികാര ചേഷ്ടകൾ, കാമവികാരം. നമ്മുടെ ഭാരതത്തിലും സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാമെന്ന നിയമം വന്നിരിക്കുന്നു. എന്തൊരു അന്യായമാണിത്! ദൈവം പുരുഷനായിട്ടും സ്ത്രീയായിട്ടുമാണ് സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം, സ്വന്തം ഭാര്യയും അതുപോലെ ഉണ്ടായിരിക്കണം. അവിഹിതങ്ങൾ ചെയ്യാതെ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കണം. എന്നാൽ ഈ കാലത്ത് കാമവികാരം, ആണുങ്ങളുടെ ഡ്രസ്സും പെണ്ണുങ്ങളുടെ ഡ്രസ്സും ഒരുപോലെയാണ് ഈ കാലത്തിരിക്കുന്നത്. അവരും ജീൻസ്, ഇവരും ജീൻസ്. അവർക്കും ബനിയൻ, ഇവർക്കും ബനിയൻ. എന്താണ്? പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കരുത്, സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കുകയും അരുതെന്ന് എപ്പോഴോ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്ത്രീ അശുദ്ധിയായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. ഈ കാര്യം എപ്പോഴേ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, ബൈബിളിൽ അത് എപ്പോഴേ എഴുതിയിരിക്കുന്നു. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി കേവലം ബുദ്ധിഹീനനാണ്. അവൻ തന്റെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുകയാണ്. ഈ കാലത്ത് യൗവനക്കാരെ നോക്കൂ. സിനിമകൾ കണ്ടിട്ട് ലോകസംബന്ധമായ സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് 9th ക്ലാസ് 10th ക്ലാസ്സിൽ വരുന്ന സമയത്ത് തന്നെ ബോയ് ഫ്രണ്ടെന്നും ഗേൾ ഫ്രണ്ടെന്നൊക്കെ പറഞ്ഞ് തെറ്റായ സ്നേഹബന്ധങ്ങളിൽ പെടുന്നു. അവരുടെ ശരീരങ്ങളെ പാപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. വിവാഹത്തിന് മുൻപ് യൗവനക്കാരത്തികളായവർ തങ്ങളുടെ കന്യാത്വത്തെ നശിപ്പിക്കുന്നതാണ് വ്യഭിചാരം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ബന്ധത്തിന് പുറത്ത് പരസ്ത്രീയോട്, പരപുരുഷനോട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വ്യഭിചാരം. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കാനിടയാകും. അവൻ ശിക്ഷിക്കും. എന്തുകൊണ്ടാണ് ഈ കാലത്ത് കുടുംബങ്ങളിൽ കലഹമുണ്ടാകുന്നത്? ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ഏത് നാട്ടിലായാലും ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ ഉള്ളവരായ കുറച്ചു പേരെങ്കിലും വരാറുണ്ട്. എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് അവിഹിത ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു. കല്യാണപ്രായമായിരിക്കുന്ന പെൺമക്കൾ ഉണ്ടായിട്ടും അവരതിന് മാറ്റമില്ല. എന്താണ്? കല്യാണപ്രായമായിരിക്കുന്ന പെൺകുട്ടികൾ, വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങൾ, നിന്റെ ശാപം അവരിലേക്കും വരാം. അവരെ നീ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അവരെ നിനക്ക് എങ്ങനെ ശാസിക്കാൻ കഴിയും? ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ പരസ്ത്രീയുമായി ബന്ധം പുലർത്തുന്നത്, തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഭയങ്കരകരമായിരിക്കുന്ന നീചകരമായ പ്രവൃത്തികളാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ലോകത്തിൽ നാം കാണുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മക്കളെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. പോത്തിഫറിന്റെ ഭാര്യ യോസെഫിന്റെ മേൽ കണ്ണുവയ്ക്കുവാനിടയായി. അവൻ സുന്ദരനായിരിക്കുന്നു, ആരോഗ്യമുള്ളവനാണ്, അവൻ ചെയ്യുന്ന കാര്യമെല്ലാം സാധിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പിറകെ നടക്കുകയാണ്. ഐ ലവ് യു, ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്നത്തെ കാലത്ത് SMS വാട്സപ്പ് ഉണ്ടായിരുന്നോ? യോസെഫ് രക്ഷപ്പെട്ട് നടക്കുകയായിരുന്നു എന്ന്. അവൻ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് അവൾ കറങ്ങി നടക്കും. ഒരു ദിവസം അവളെല്ലാം പ്ലാൻ ചെയ്തു. വീട്ടുകാരെല്ലാം ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു, യജമാനെ ദൂര സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. അവനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവന്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. എന്നോടൊപ്പം ശയിക്കൂ, വീട്ടിൽ ആരുമില്ല. അവൻ എന്തു പറഞ്ഞെന്നറിയാമോ? ഇത്ര ഗൗരവമായ ദുഷ്പ്രവൃത്തിയെ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ എങ്ങനെ ചെയ്യും? വീട്ടിൽ ആരുമില്ലെന്നുള്ള കാര്യം വിട്, ദൈവം നമ്മെ കാണുന്നുണ്ട്. മനുഷ്യനാരും കാണുന്നില്ല എങ്കിലും ദൈവത്തിനറിയാം. എൻ്റെ കിടപ്പ്, എൻ്റെ നടപ്പ്, എൻ്റെ ഒരുക്കം എല്ലാം ദൈവത്തിന് നന്നായി അറിയാം. നീ ഇരുട്ടിലായിരിക്കുന്നുവെങ്കിലും നിന്റെ ഇരുട്ട് അവൻ ഇരുട്ടായി ഇരട്ടത്തായിരിക്കുന്നുവല്ല എന്ന് പറയും. ലൈറ്റ് ഓഫ് ചെയ്താൽ മനുഷ്യൻ കാണില്ല, എന്നാൽ ദൈവം കാണാതിരിക്കുമോ? അത് ഇരുട്ടിലും അവന് കാണുവാൻ കഴിയും. എന്താണ്? ഇവിടെയല്ല അവിടെ, ഇവിടെയല്ല അവിടെ. ഇവിടെയാണെങ്കിലും ദൈവം കാണുന്നുണ്ട്, അതുപോലെ അവിടെയാണെങ്കിലും ദൈവം കാണുന്നുണ്ട്. ദൂരത്തിൽ നിന്ന് നോക്കിയാലും ദൈവത്തിന് കാണാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ?
ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള പാപകരമായ കാര്യം ചെയ്യത്തില്ല, എൻ്റെ യജമാനന്റെ ഭാര്യയാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കയ്യിൽ നിന്നും വിടുവിച്ചിട്ട് ഓടിപ്പോയി. വചനം പറയുന്നു, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു പോകുക. ഇക്കാലത്തെ യൗവനക്കാരെ, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ ആലോചനകൾ എങ്ങനെയുള്ളതാണ്? ഒരു യൗവനക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് പറയുവാനിടയായി, യൗവന ഇച്ഛകളിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കാൻ, എനിക്ക് യൗവനത്തിന്റെ മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. അതെന്തൊരു പ്രാർത്ഥനയാണ്! നാം പ്രാർത്ഥന ചോദിക്കേണ്ടത് ഇങ്ങനെയുള്ള ഹൃദയ ശുദ്ധീകരണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ജോലി ലഭിക്കണം, കല്യാണം നടക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം. ആദ്യം നിന്റെ ഹൃദയം ദൈവമുമ്പിൽ ശരിയായ രീതിയിലാണെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം പിന്നീട് സഫലമാകും. നീ പരീക്ഷ എഴുതുമ്പോൾ നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ കഴിയും. നീ ഇന്റർവ്യൂവിന് പോയാൽ അതിന് നിനക്ക് സെലക്ഷൻ ലഭിക്കാനിടയാകും. നീ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നല്ലതായി നിന്റെ വിവാഹം നടക്കും. നിന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവവചനം ഇപ്രകാരം പറയുന്നു, മക്കൾ ദൈവം നൽകുന്ന ദാനം. അതിനുവേണ്ടി നീ ചോദിക്കേണ്ട കാര്യമേയില്ല. നിന്റെ വിവാഹം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാൽ ദൈവം നല്ല മക്കളെ നിനക്ക് നൽകും. ആദ്യം നിന്റെ മനസ്സ് ശരിയാക്കാതെ, നിന്റെ ജീവിതം നീ ശരിയാക്കാതെ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ പശ്ചാത്തപിക്കാതെ നീ ഏത് രീതിയിൽ നന്നാകുമെന്ന് വിചാരിക്കും, എന്നാൽ അനുഗ്രഹിക്കപ്പെടില്ല. നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകളെ നോക്കുമ്പോൾ നാം എന്താണ് വിചാരിക്കുന്നത്? ഇതൊന്നും ഒരു തെറ്റല്ലല്ലോ, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. മകളെ സിനിമയ്ക്ക് പോകല്, നരകത്തിൽ പോകും എന്ന് മകളോട് ഒരു അമ്മ ഇപ്രകാരം പറയാനിടയായി. ആ മകൾ മറുപടി പറഞ്ഞു, അമ്മയ്ക്കറിയാമോ എന്താണ് നടക്കുന്നതെന്ന്? സിനിമാ ഹാളിൽ എത്ര ആളുകളുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? അറിയില്ല മോളെ, ഞാൻ പണ്ടേ സിനിമ കാണലെല്ലാം നിർത്തിയതാണ്. ഇഷ്ടത്തിന് ആളുകളുണ്ട് മമ്മി അവിടെ. അവരെല്ലാം നരകത്തിൽ പോയാൽ ഞാനും പോകും. എല്ലാവരോടൊപ്പം അടിച്ചു പൊളിക്കാമല്ലോ അവിടെ ചെന്നിട്ട്. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് സുഖമായി പോകാമെന്ന്. നരകത്തിൽ എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? നിങ്ങൾ പോയിട്ടില്ലല്ലോ ഇതുവരെ. വീണ പിന്നെ വരില്ല, പിന്നെ വരില്ല. എന്താണ്? പാതാളത്തിൽ വീഴുന്നതല്ലാതെ അവിടെ നിന്ന് കയറി വരുവാനുള്ള ഒരു വഴിയും പിന്നീട് ഇല്ല. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ്, നിലവിളിയും പല്ലുകടിയുമാണ് അവിടെയുള്ളത്. അവിടെ ഉയരുന്നത് നിലവിളി മാത്രമായിരിക്കും. അവിടെ യേശുവിനെ അറിയുന്നവരെക്കാൾ കൂടുതൽ യേശുവിനെ അറിയാത്തവരായിരിക്കുമെന്നാണ് പറയുന്നത്. അവിടെ എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമെന്ന്, നിലവിളിയോടെ, ഉപവാസ പ്രാർത്ഥനയോടെ. നരകത്തിൽ തെറ്റിപ്പോയി ദൈവമേ, ഇനി ഒരിക്കലും ചെയ്യത്തില്ല ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഇനി ഒരിക്കലും ചെയ്യത്തില്ല ദൈവമേ, ചെയ്യത്തില്ലമ്മാ. ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല, എന്നാൽ അവിടെ ചെന്നാൽ പിന്നെ പ്രാർത്ഥന നിർത്തില്ല. നീ അവിടെ ചെന്ന് എത്രത്തോളം പ്രാർത്ഥിച്ചാലും ശരി, നിനക്കവിടെ നിന്ന് വെളിയിൽ വരുവാനുള്ള വഴി ഇല്ലേ ഇല്ല. അവിടെ വെച്ച് 2 കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ സന്തോഷിക്കുകയില്ല, അവ പരസ്പരം വഴക്കുണ്ടാക്കും. നീ എന്തിനെ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമാണ് ഉണ്ടാക്കുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? ഭയങ്കരമായ സ്ഥലമാണ്. ആ പാതാളത്തിൽ ഒരിക്കലും വീഴുവാൻ ഇടയാകരുത്. അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ്. നിന്റെ കാൽ പൊള്ളുകയല്ലാതെ നീ ചാവുകയില്ല. അത്രമാത്രം പീഡയാണ് അവിടെ നടക്കുന്നത്. ആ ഭയങ്കരമായ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായത്. ഇവിടെ വന്നിട്ട് നല്ല പ്രസംഗങ്ങൾ ചെയ്തിട്ട് പോകാൻ വേണ്ടിയല്ല യേശു വന്നത്. നിന്റെ രോഗങ്ങളെല്ലാം മാറ്റി സ്വസ്ഥത തന്നിട്ട് പോകാനല്ല യേശു വന്നത്. മരണത്തെ ജയിച്ചിട്ട്, പാതാളത്തെ ജയിച്ചിട്ട്, അവൻ്റെതായ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നാം ഓരോരുത്തരും ആയിത്തീരേണ്ടതിനും അവന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറേണ്ടതിനും വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വരാനിടയായത്. കർത്താവിനെ നാം വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ടായി സുഖമായി ഇരിക്കുന്നതിന് വേണ്ടിയല്ല, ഈ ലോകം വിടുമ്പോൾ അവന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറേണ്ടതിന്. ലോത്ത് ഒരു നല്ല വിശ്വാസിയായിരുന്നതായ അബ്രഹാമിനെയും കുടുംബത്തെയും വിട്ടുപിരിഞ്ഞിട്ട് സോദോം ഗൊമോറയിലേക്ക് പോകാനിടയായി. അവന് 2 പെൺകുട്ടികളുണ്ടായിരുന്നു അവിടെ. ആ 2 പെൺകുട്ടികളും ലോകപ്രകാരമുള്ളതായി അവന്റെ ഭാര്യയോടുമൊത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് അവന് മനസ്സ് വിഷമിപ്പിച്ചു. എന്നാൽ അത് വിട്ടിട്ട് അവൻ പോരുവാൻ തയ്യാറായില്ല. ദൈവത്തിന്റെ കോപം വർദ്ധിക്കാനിടയായി. സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അഗ്നിയും ഗന്ധകത്തെയും ഇറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അബ്രഹാം അത് കേട്ട് പ്രാർത്ഥിക്കാനിടയായി, കർത്താവേ, ഒരു 50 പേരുണ്ടെങ്കിൽ, ഒരു 10 പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ശരി, രക്ഷിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, അവിടെ ഒരു 10 പേർ പോലും നീതിമാന്മാർ ഇല്ലായിരുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തതായ പ്രാർത്ഥന മുഖാന്തരം ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവദൂതന്മാർ വന്ന് പറഞ്ഞു, വരൂ, ഈ ദേശം നശിക്കാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഓടിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ ലോത്തും ലോത്തിന്റെ ഭാര്യയും ലോത്തിന്റെ മക്കളും തടസ്സം നിന്നുവെന്ന്. അവർക്ക് പോകുവാൻ മടിയാണ്. സിനിമയുണ്ട്, അതുപോലെ TV-യിൽ നല്ല സീരിയലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു.
ചർച്ചിൽ വരുവാൻ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി, അയാൾ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ പറഞ്ഞെന്നറിയില്ല, എന്നാൽ ഇന്ന് സീരിയൽ അവസാനിക്കുന്ന ദിവസമായിരുന്നു, അവസാന സീൻ കണ്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് നോക്കിയിട്ട് അവസാനത്തെ സീൻ കണ്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് ഇനി ചർച്ച വരുന്നത്? പലർക്കും വെളിയിൽ ഇറങ്ങാൻ പോലും ഇഷ്ടമല്ല. ടി വിയുടെ മുമ്പിൽ നിന്ന് അനങ്ങാൻ ബുദ്ധിമുട്ടാണ്. സെൽഫോൺ കയ്യിൽ നിന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ആ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ അടുത്തുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല, കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവരെ പരിഗണിക്കില്ല. അതും അതിൽ ഗെയിം കളിക്കുകയാണ്. എന്തൊരു ഗെയിമാണത് കളിക്കുന്നത്? പബ്ജി. അതെന്താണ്, ബജ്ജിയുടെ കൂട്ടിരിക്കുന്ന സാധനമാണ്? പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ യൗവനക്കാരെല്ലാം. പഠിക്കാതിരുന്ന്, മാതാപിതാക്കളോട് സംസാരിക്കാതെ, ഭാവിയെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ആ പബ്ജിയും പിടിച്ചുകൊണ്ട് അതേ ഓർമ്മയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ മൊത്തം വാഷ് ഔട്ടായി പോവുകയാണ്. ദൈവം കൊടുത്ത ജ്ഞാനം മാറിപ്പോവുകയാണ്. അവരുടെ മനസ്സ് മരവിച്ചു പോകുന്നു. എപ്പോഴും ഫോണും കൈപ്പിടിച്ച് നോക്കിയിരിക്കുന്ന അവരുടെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നു. തലച്ചോറിലെ ഞരമ്പുകൾ ചുരുങ്ങുന്നു. അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നു. ഫോണിൽ തന്നെ എപ്പോഴും ആയിരിക്കുന്ന വ്യക്തി വേറൊരു കാര്യവും മനസ്സിലാക്കില്ല എന്നാണ്. അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ലെന്ന് പറയുന്നു. വായി തുറന്നാൽ എന്താണ് പറയുന്നത്? ഹായ്, ഊ, ഹീ, ഹോ, അത്രേ ഉള്ളൂ. അമ്മയെന്ന് വിളിക്കത്തില്ല. മാം. ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കില്ല. ഒരു സഹോദരി വന്ന് പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവ് രാവിലെ ഓഫീസിലേക്ക് പോകുവാനിടയാകും. 2 മക്കളെ ഞാൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം തന്നെ. അദ്ദേഹം വന്ന ഉടനെ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല. എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ റൂമിലോട്ട് പോകും. അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ഫോണും പിടിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയില്ലെന്നേ. എന്താണ് ചെയ്യുന്നത്? മക്കളോടൊപ്പം കളിക്കത്തില്ല, ഫോണിലാണ് എപ്പോഴും കളിക്കുന്നത് ഇയാൾ. എത്ര ഭയങ്കരമായ കാര്യമാണ് മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മനുഷ്യൻ ഡൈവേർട്ടായി പോവുകയാണ് പിശാചിന്റെ കാര്യങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക്. വെളിയിൽ വരുവാൻ കഴിയുന്നില്ല. മദ്യപാനത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയുന്നില്ല. വ്യഭിചരിക്കുന്നവർക്ക് അത് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. പാപം ചെയ്യുവാൻ എളുപ്പമാണ്, അതിൽ നിന്ന് വെളിയിൽ വരുന്നത് വളരെ കഷ്ടമാണ്. പാപത്തിൽ വീഴുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിൽ നിന്ന് വെളിയിൽ വരുവാൻ നിനക്ക് കഴിയില്ല. നിന്നെക്കൊണ്ട് കഴിയില്ല. പാപം ചെറുതായിട്ടാണ് തുടങ്ങുന്നത് ആദ്യം, എന്നാൽ നിന്റെ ചുറ്റും വലിയൊരു കെണി അതുണ്ടാക്കുന്നു. നീ വെളിയിൽ ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ഞാൻ വീണ്ടും വീണു പോകാതെ ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തിയെന്ന് വായിക്കുന്നു. ഒരുപക്ഷെ ഈ ദിവസം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമയായിരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ശീലങ്ങൾക്ക്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് അടിമയായിരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള കൂട്ടുകെട്ടിന് അടിമയാകുന്നുവെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സമാധാനം ഇല്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലമാണെങ്കിൽ, നിന്റെ അവിവേകം കൊണ്ടുണ്ടായ രോഗത്താൽ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ കടഭാരത്താൽ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ തളർന്നു പോകുന്നവനാണെങ്കിൽ, നിന്നെ കർത്താവ് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ വെളിയിലെടുത്തിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നിന്നെ നിത്യമായ വഴിയിലൂടെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോത്തിന് എല്ലാ ദിവസവും തന്റെ മനസ്സിൽ വിഷമമുണ്ടായി, എന്നാൽ അവൻ ആ സ്ഥലം വിട്ട് വെളിയിൽ വന്നില്ല. അവിടെ നിന്ന് വെളിയിൽ വന്നിരുന്നുവെങ്കിൽ അവന്റെ ജീവിതം അനുഗ്രഹമായി മാറുമായിരുന്നു. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിനു വേണ്ടി നീ പശ്ചാത്തപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവ് നിന്നെ കഴുകുന്നതിനായി, ശുദ്ധീകരിക്കുന്നതിനായി, പുതിയൊരു വ്യക്തിയായി തീർക്കാൻ, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഒരു തവണ നിന്റെ മക്കളെ നോക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ വാക്കിനെ പലപ്പോഴും അനുസരിക്കാറില്ല ദൈവമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ കാര്യങ്ങൾ ചെയ്യണമേ. യൗവനക്കാരായ എല്ലാ വ്യക്തികളും നശിച്ചു പോകാതെ അവരെ അനുഗ്രഹിക്കണമേ. അവരിൽ നീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കർത്താവേ വലിയ നിധികൾ വെളിയിൽ വരുന്നതിന് മുൻപ് അവരുടെ ജീവിതങ്ങൾ വൃഥാവായി പോകാതെ സഹായിക്കണമേ പിതാവേ. നിന്റെ സാദൃശ്യപ്രകാരം നിന്റെ മക്കളെ ആക്കണമേ കർത്താവേ. പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച്, പിശാചിന്റെ കയ്യാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെ ജീവിതത്തെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൊടുക്കുകയാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമയായിരിക്കുന്ന ആളുകളെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. പിന്നീട് ആ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകാതെ അതിന്മേൽ അവർക്ക് വെറുപ്പുണ്ടാക്കണമേ. പുതിയൊരു ഹൃദയത്തെ, പുതിയൊരു മനസ്സിനെ തന്ന് ഇവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കണമേ കർത്താവേ. പരസ്ത്രീ ബന്ധങ്ങളിൽപ്പെട്ട് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക്, മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ നീ സന്ദർശിക്കുമാറാകണമേ. അവരുടെ കുടുംബങ്ങൾ ഇവിടുണ്ട്, അവരുടെ മക്കളുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
അവർക്ക് അനുതാപം ഉണ്ടാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുമാറാകണമേ. കലഹമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. സഹോദരിമാർ തമ്മിൽ ഐക്യത നീ കൊടുക്കണമേ. മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ സഹായിക്കണമേ. മുതിർന്നവരെ ബഹുമാനിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ വീടിന് ചുറ്റും നീ വേലി കെട്ടുമാറാകണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവത്താൽ പണിയപ്പെട്ട ഭവനങ്ങളായിരിക്കട്ടെ. ചന്ത പോലെ ആകാതിരിക്കാൻ സഹായിക്കുമാറാകണമേ. സത്രങ്ങളെപ്പോലെ ആകാതിരിക്കാൻ സഹായിക്കണമേ. എല്ലാ വ്യക്തികളും നിന്റെ വരവിൽ എടുക്കപ്പെടുവാനുള്ള സഹായം നീ ചെയ്യുമാറാകണമേ. കെടാത്ത തീയുള്ളതായ അഗ്നി നരകത്തിലേക്ക് ഞങ്ങളിൽ ആരും തന്നെ വീണുപോകാതിരിക്കാൻ സഹായിക്കണം. ആരും നിത്യനരകത്തിലേക്ക് പോകരുതേ കർത്താവേ. ഒരുത്തൻ പോലും നിത്യനരകത്തിലേക്ക് പോകരുതേ ദൈവമേ. ഇപ്പോൾ തന്നെ നിന്നെ അംഗീകരിച്ചിട്ട് ഇപ്പോൾ തന്നെ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറി ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ക്രിയകൾ ഞങ്ങളിലും ഞങ്ങളുടെ സഭയിലും അതുപോലെ ഞങ്ങളുടെ ഭവനത്തിലും നടക്കുവാൻ നീ സഹായിക്കുമാറാകണമേ. എല്ലാവിധമായ പിശാചിന്റെ ബന്ധനത്തെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുകയാണ് പിതാവേ. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പെയ്യിച്ച് ഞങ്ങളുടെ മുഖങ്ങളിൽ സന്തോഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അഭിവൃദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമുള്ളവരായി തീരേണ്ടതിന് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്നവരായ സകല ദൈവമക്കളുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.